ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസവും കൂടി നമുക്ക് ദൈവം തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ നീ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. ദൈവമായ കർത്താവ് താൻ വിളിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ നന്മയ്ക്കായി മോശ വഴി 10 പ്രമാണങ്ങൾ നൽകുന്നു. അതിലെ 2 പ്രമാണങ്ങൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്: എന്നെ അല്ലാതെ, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ഒന്നിനെയും നീ ആരാധിക്കരുത്. ഇതിനെതിരായി നിന്റെ പിതാക്കന്മാർ ചെയ്താൽ അവരുടെ കുറ്റങ്ങൾക്ക് 3-4 തലമുറ അവരുടെ മക്കൾ അനുഭവിക്കും. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മൾക്കൊരു അവസരം കൂടി തരികയാണ്. ദൈവമായ കർത്താവിനെ തന്നെയാണോ നമ്മൾ ആരാധിക്കുന്നത്? നമ്മുടെ മനസ്സിൽ മറ്റു വിഗ്രഹങ്ങളുണ്ടോ? മക്കൾ, പണം, വസ്തുവകകൾ, ജോലി, എന്തെല്ലാം ദൈവത്തെക്കാൾ അധികമായി എന്തിനെയെല്ലാം സ്നേഹിക്കുന്നു, എന്തിനെയെല്ലാം മോഹിക്കുന്നു, ആരാധിക്കുന്നു, അതെല്ലാം വിഗ്രഹങ്ങളായി മാറും. അതിനെയെല്ലാം തച്ചുടയ്ക്കേണ്ട സമയമായി. ഏകദൈവമായ നമ്മുടെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുക. ആ ദൈവത്തെ മാത്രം വിശ്വസിക്കുക. അങ്ങനെ മാതാപിതാക്കൾ വിശ്വസിക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന മക്കൾ അനുഗ്രഹീതരായി മാറും. ഇന്നു മുതൽ നമ്മളെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാം. ദൈവവചനത്തിലേക്ക് തിരിയാം. ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദൈവവചനം നമ്മൾക്ക് വായിക്കാം. കൂടുതൽ സമയം ദൈവത്തോടൊപ്പമായിരിക്കാം. ഏതു വേല ചെയ്യുമ്പോഴും കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വേലയിൽ മുഴുകാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അനുതാപത്തിൻ്റെ ഒരു ഹൃദയം നിങ്ങളിൽ ദൈവം സൃഷ്ടിക്കട്ടെ. ഏകദൈവത്തെ ആരാധിക്കാനുള്ള കൃപ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ.